ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മരുന്ന് എത്രയുണ്ടെന്ന് കരുതിയിട്ടാ ഇത്രയും ഭക്ഷണം കഴിച്ചാ അതിനൊക്കെ മതിയാവോ? കുറച്ചുകൂടെ കഴിച്ചേ. എനിക്ക് വേണ്ട മോളെ. അതൊന്നും പറഞ്ഞാ പറ്റില്ല. ഞാൻ അടുത്തില്ലെന്ന് കരുതിയിട്ട് എന്ത് കുട്ടികളി ആവാന്നാ? അതൊന്നും ഞാൻ സമ്മതിക്കത്തില്ല. ഓപ്പറേഷൻ കഴിഞ്ഞു, എന്റെ അസുഖമെല്ലാം മാറിയല്ലോ എന്ന് എന്നോടൊന്നും പറയണ്ട. ഓപ്പറേഷന്റെ ക്ഷീണമൊക്കെ ഉണ്ട്, അത് മാറണം. പഴയതുപോലെ അമ്മ സന്തോഷത്തോടു കൂടി തുള്ളിച്ചാടി നടക്കണം. ഉവ്വ് ഉവ്വ്, ഇനിയിപ്പൊ ഈ പ്രായത്തില് തുള്ളിച്ചാടേണ്ട കുഴപ്പമേ ഉള്ളൂ. അല്ല, നീ എപ്പോഴാ പോകുന്നേ? മോൻ വണ്ടി വിടുവോ? ഇന്ന് പോകുന്നില്ലേ നീ? ഞാൻ നവീനോട് അനുവാദം വാങ്ങിയിട്ടാ പോന്നെ. നവീന് ഇന്നെന്തോ മീറ്റിംഗ് ഒക്കെ ഉണ്ടെന്നാ പറഞ്ഞ. വിദേശത്തുനിന്ന് ആരൊക്കെയോ വന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ ഞാൻ അമ്മയുടെ അടുത്ത് നിന്നോട്ടെ എന്ന് ചോദിച്ചു. കല്യാണം കഴിഞ്ഞത് ഇപ്പോഴാ, ജീവിതത്തിന്റെ തുടക്കവുമാ. ഭർത്താവുമായിട്ട് അങ്ങനെ അകന്നു നിൽക്കാനൊന്നും പാടില്ല. പാതിര വരെ മീറ്റിംഗ് ഉണ്ടായിക്കോട്ടെ, അത് കഴിഞ്ഞു വരുമ്പോഴും കാത്തിരിക്കണം. അത് നമ്മൾ പെണ്ണുങ്ങളുടെ ചുമതലയാ. ഓടി അലഞ്ഞ് അവര് ക്ഷീണിച്ചു വരുമ്പോ ചിരിച്ച മുഖത്തോടെ നമ്മൾ ഉമ്മറവാതിൽ തുറക്കാനുണ്ടാവണം. അതൊരു ഐശ്വര്യ. വീടിനകത്ത് നിൽക്കുന്ന ആൾക്കും അതെ, പുറത്തു പോയി വരുന്ന ആൾക്കും അതെ. അതൊക്കെ ഞാൻ ചെയ്തോളാം. ഇപ്പൊ അമ്മ ഇത് മുഴുവനും കഴിക്ക. അവിടുത്തെ ഭക്ഷണമൊക്കെ എങ്ങനെ? ഒക്കെ പിടിക്കുന്നുണ്ടോ നിനക്ക്? അടുക്കളയിൽ കേറിയോ? ഇല്ല, നവീന്റെ അമ്മ അതിനൊന്നും സമ്മതിക്കില്ല. അങ്ങനെയാ സ്നേഹമുള്ളവര് എന്ന് കരുതി പൂർണ്ണമായിട്ട് മാറി നിൽക്കാനൊന്നും പാടില്ല. എന്റെ മോൾക്ക് നന്നായിട്ട് പാചകം അറിയാലോ. വെച്ച് വിളമ്പി കൊടുക്കണം എല്ലാവർക്കും. ആസ്വദിച്ച് ഭക്ഷണം കഴിച്ചാല് അവരുടെ വയറു മാത്രമല്ല, മനസ്സും കൂടി നിറയും. പെണ്ണിനതൊരു അലങ്കാരമാ, പ്രത്യേകിച്ച് കളരിക്കൽ പോലൊരു തറവാട്ടില്. മോളിത് കഴിക്ക്. ഇനി എപ്പോഴാ വരിക? എപ്പോഴാ എന്റെ അടുത്തുണ്ടാവുക? ഇനി എപ്പോഴാ ഇതുപോലൊരു പിടി എനിക്ക് തരാൻ പറ്റുകയെന്ന് പറയാൻ പറ്റില്ലല്ലോ. കഴിക്ക്. അല്ല മോളെ, എന്തിനാ കരയുന്നേ? ഒന്നുമില്ല അമ്മ. അമ്മ എഴുന്നേറ്റ് കൈ കഴുകിക്കോ. എന്നിട്ട് അമ്മയുടെ കൂടെ അമ്മയെ കെട്ടിപ്പിടിച്ച് കിടക്കണം. എനിക്ക് കുറെ പറയാനുണ്ട്. ഏയ് വേണ്ട വേണ്ട, പറയാനുള്ളത് എന്താണെന്ന് എനിക്കറിയാം. ഇനി മാപ്പ് ചോദിക്കാനോ ചെയ്ത കാര്യത്തിൽ സങ്കടപ്പെടാനോ ഞാൻ സമ്മതിക്കില്ല. നമുക്ക് പഴയ പോലെ നാട്ടുകഥകളൊക്കെ പറഞ്ഞു കിടക്കാം, കേട്ടോ?